നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അനിയ, ലോക്കപ്പിനകത്തെ ഒരു പാ മാത്രമാണ് നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്നത്. ബെഡ് അത് അലൗഡല്ല. പിന്നെ കൊതുകടി ഇല്ലാതെ ലോക്കപ്പും ഇല്ല. പിന്നെ എനിക്കിവിടെ ചെയ്തു തരാൻ പറ്റുന്നത് കൊതുകിനെ ഓടിക്കാൻ ഒരു കൊതുക് തിരി തരാൻ പറ്റും. ഒരെണ്ണം എടുക്കാൻ ഉണ്ടാവില്ലടോ. ഒപ്പിക്കാം സാർ. ആ, എന്നിട്ട് താൻ കത്തിച്ചു കൊടുക്കണം. തീപ്പെട്ടി കൈ കൊടുക്കണ്ട. സിഗരറ്റ് വലിക്കുന്നവരാണെങ്കിലേ ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാവും. അതുകൊണ്ടാ. അഭിനയിച്ച് തകർക്കുകയാണല്ലോ ACP. എന്താണ് ലക്ഷ്യമെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. പക്ഷെ എന്തോ ഗൂഢലക്ഷ്യമുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനൊരു നാടകം ACP കളിക്കില്ല. ആ മധുശ്രീ വന്നു പോയതിനു ശേഷം ACP കളം മാറ്റി കളിക്കുന്നേ. ഒരു അപകടം എന്തായാലും പ്രതീക്ഷിക്കണം. അമ്മാതിരി അഭിനയ കാണിക്കുന്നേ. അനിയ, താമസത്തിനെ നമുക്കിപ്പോ ഇവിടുത്തെ സൗകര്യങ്ങൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാതെ വേറെ മാർഗങ്ങളൊന്നുമില്ല. പക്ഷേ ഭക്ഷണം അത് ഞാൻ രുചിയോടെ കൊണ്ടുവന്ന് തരാനുള്ള ഏർപ്പാട് ചെയ്യാം. എന്താ? എടോ, ഞാനൊരു ക്രൂരനായ പോലീസുകാരനാണെങ്കിലും എന്റെ കയ്യിൽ കുറച്ച് നന്മയുണ്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. നാളെ ചിലപ്പോ ഞാനിങ്ങനെ ആവണമെന്നില്ല. വിജയ സാർ പറഞ്ഞ പോലെ വിഷ്ണുവിന് ഇഷ്ടമുള്ള സ്ഥലത്തുനിന്ന് അതിന് ആരുടെ വീട്ടിൽ നിന്നാണെങ്കിലും നമുക്കിപ്പോ ഫുഡ് എത്തിച്ചു കൊടുക്കാൻ പറയും. അത് പറയാം സാർ. അനിയ, ചില കാര്യങ്ങൾക്ക് നമ്മൾ പോലീസുകാർ കാണിക്കുന്ന കർക്കശ സ്വഭാവം ഉണ്ടല്ലോ, അത് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷം ഉണ്ടാക്കും. ഈ വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കേണ്ട പല കാര്യങ്ങളും നമ്മൾ കൈക്കരുത്തുകൊണ്ടാണ് പറഞ്ഞു തീർക്കുന്നത്. എന്നാൽ അതുകൊണ്ട് വല്ല ഗുണമുണ്ടോ? ഈ കഞ്ചാവ് വിൽക്കുന്നവൻ വീണ്ടും വീണ്ടും കഞ്ചാവ് ഇട്ടുകൊണ്ടിരിക്കും. പെണ്ണും പിള്ളയെ തല്ലുന്നവൻ പിന്നെയും പെണ്ണുപിള്ളയെ തല്ലിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മളെടുത്ത പണി വേസ്റ്റ് ആയില്ലേ? എന്നാൽ ഇത് വല്ലാത്തൊരു മാറ്റമാണല്ലോ. വല്ല അച്ചമ്പട്ടത്തിനും പോയി ചേരുവോ? ഞാൻ ഈ പറയുന്നതൊക്കെ നീ കാര്യമായിട്ട് എടുത്തിട്ടില്ല എന്നെനിക്കറിയാം. ഞാൻ കാണിക്കുന്നതൊക്കെ ഒരു ഡ്രാമയാണെന്നുള്ള ചിന്തയാണ് നിന്റെ മനസ്സിലുള്ളതെന്നും എനിക്കറിയാം. നീ എന്ത് ചിന്തിച്ചാലും കുഴപ്പമില്ല. ഞാനീ പറഞ്ഞേക്കെ മനസ്സിൽ തട്ടി പറഞ്ഞാടാ, സത്യം. അതുപോലെ കളക്ടർ മനസ്സിൽ ജീവനായി കൊണ്ടുനടക്കുന്ന ഒരാൾക്ക് അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഒരുക്കേണ്ടത് എന്നെ പോലെ ഉദ്യോഗസ്ഥന്റെ കടമയാണോ? ഞാൻ ഇതെങ്കിലും നിനക്ക് വേണ്ടി ചെയ്തില്ലെങ്കിൽ ഞാൻ എന്റെ ജോലിയോട് കാണിക്കുന്ന, എന്റെ ഈ കുപ്പായത്തോട് കാണിക്കുന്ന ഒരു മര്യാദകേടാവും. അപ്പൊ പിന്നെ പറഞ്ഞ പോലെ നിനക്ക് ഭക്ഷണം എവിടുന്നാ വേണ്ടത് പറഞ്ഞാൽ മതി. അവർ വിളിച്ച് പറഞ്ഞോളൂ. ഓക്കെ? എടോ, കുടിക്കാൻ വെള്ളമോ വല്ലതും വേണമെങ്കിൽ വാങ്ങിച്ചു കൊടുക്കണം. വിഷ്ണുവിന്റെ കാര്യത്തിൽ ഒരു പ്രോട്ടോകോളും നോക്കണ്ട. മനസ്സിലായല്ലോ? ഓക്കെ സാർ. അപ്പോ ഓക്കെ. ഇത് എന്തുകൂടെ കേൾക്കുന്നത്? ACP സാർ മൊത്തത്തിലങ്ങ് മാറിപ്പോയല്ലോ. അതെ. മുകളിൽ നിന്ന് ആരെങ്കിലും കൊണ്ട് വിളിച്ച് പറയിപ്പിച്ചതായിരിക്കും അല്ലേ? എനിക്ക് വേണ്ടി മുകളിൽ എന്ന് പറയാൻ ഈശ്വരൻ മാത്രമേ ഉള്ളൂ. എന്റെ കഷ്ടകാലത്തിന് ഈശ്വരന് ഫോണും ഇല്ല. അല്ലെങ്കിൽ സാറിന്റെ മൂടങ്ങ് മാറിയനെ. ആര് മാറിയാലും ഞാൻ മാറുന്നില്ലല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.